തമ്മിൽ ഉള്ള ഫ്രിക്ഷന്റെ ഇടയിൽ ഒരു റോളേഴ്സ് അല്ലെങ്കിൽ റോളിംഗ് ആക്ഷൻ ആണ് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നെങ്കിൽ അത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യിച്ചത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് വേറൊരു ഒബ്ജക്റ്റിന്റെ മുകളിലേക്ക് വെച്ച് അതിനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുമ്പോൾ അവിടെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും, അതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു ചെറിയ ഗോലി പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കുലർ ബോൾസ് ഇട്ട് കഴിഞ്ഞ് രണ്ട് സർഫസും കൂടി മൂവ് ചെയ്യുമ്പോൾ അത് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളുടെ ബോൾ ബെയറിങ്ങുകളിലൊക്കെ ബോളുകൾ ഉപയോഗിക്കാനുള്ള റീസൺ റോളിംഗ് ഫ്രിക്ഷന്റെ ഈ അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ it has been observed that when a body lying over another body is gently pushed, it does not move because of the frictional force, which prevents the motion. This shows that the force of the hand is being exactly balanced by force of friction acting on the opposite direction. If we again push the body a little harder, it is still found to be in equilibrium. നമ്മൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഇത് മൂവ് ചെയ്ത് തുടങ്ങും. ആ ലക്ഷ്മണരേഖ അല്ലെങ്കിൽ ആ അതിർത്തിയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഡെഫിനിഷൻ എന്താണ്? ഇറ്റ്സ് എ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി. നോർമൽ റിയാക്ഷൻ നമ്മൾ പറയും ഓൾറെഡി. ഈ ഇതിനകത്ത് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ന്യൂട്ടന്റെ ലോ അറിഞ്ഞിരിക്കണം. മൂന്ന് ലോസ് ന്യൂട്ടന്റെ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഇത് ഫ്രിക്ഷൻ എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇനി ഇതിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഉദാഹരണത്തിന് ഈ ഫ്രിക്ഷൻ കുറച്ച് നിയമങ്ങളുണ്ട്. ഫ്രിക്ഷൻ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടു, ഡൈനാമിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്നും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും പറയാം. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചു നോക്കി. ഒരു ഒബ്ജക്റ്റ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുകയാണ്. ഇതിന്റെ വെയിറ്റ് താഴേക്ക്, ഇതിന്റെ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ്. ഇതിപ്പോ താഴേക്കാണ്. നിങ്ങൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പോകാനുള്ള ടെൻഡൻസി. ഇത് മൂവ് ചെയ്യാം, മൂവ് ചെയ്യാതിരിക്കാം. മൂവ് ചെയ്യാതെ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ സ്മൂത്ത് സർഫസിലാണെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യും. ഒരു ഹാർഡ് സർഫസിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ ഈ മൂന്ന് ഫോഴ്സുകളും ഈ ആംഗിളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ ഈ ആംഗിൾ നമുക്ക് മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് ഈ തീറ്റ ഒരു 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രി എന്നുള്ള 45 ഡിഗ്രിയിലേക്ക് കൂട്ടുകയാണ്, ഇൻക്രീസ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ചാൻസ്? ഇത് കൂടുതൽ താഴേക്ക് വീഴാനുള്ള ടെൻഡൻസി കൂടും. അപ്പം താഴേക്ക് വീഴാനുള്ള ടെൻഡൻസി കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീറ്റ കൂടുന്തോറും ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയും. അതായത് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷന് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായോ? അപ്പം അവിടെയാണ് നമ്മൾ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന പുതിയ ടേം കൊണ്ടുവരികയാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദി നോർമൽ റിയാക്ഷൻ. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ഈ പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നിങ്ങളൊരു ട്രയാങ്കിളില് നിങ്ങളുടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലെ. ബേസിക്കലി ഇതൊരു വെക്ടറാണ്. ഈ ഫോഴ്സുകളെല്ലാം വെക്ടറാണ്. നിങ്ങൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഇത് ആറാണ്, ഇത് എഫ് ആണ്. അപ്പൊ ഇതിലെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡിവൈഡഡ് ബൈ ആർ. ആ ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു മ്യൂ. അതിനാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള രണ്ട് ലോസ് ഉണ്ട്. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോസ് ഓഫ് കൈനറ്റിക് ഓർ ഡൈനാമിക് ഫ്രിക്ഷനും. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം സാധാരണ എപ്പോഴും 5 മാർക്ക് സെക്ഷൻ ബിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ വളരെ ഫണ്ടമെന്റൽ ലോ ആണ് ഇത്.
അറിഞ്ഞിരിക്കണം. എവിടെ ചെന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു തിയറി കൺസെപ്റ്റാണ്. The force of friction. Now, static friction ആദ്യം വായിക്കാം. Static friction മനസ്സിലാവില്ല എല്ലാവർക്കും എന്താണ്. The force of friction always acts in a direction opposite to that to which the body tends to move if the force of friction would have been absent. അതായത് എപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ടെൻഡൻസി എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് ഓൾറെഡി ഇത് നമ്മുടെ കോമൺ സെൻസ് ആണ് അല്ലെ. ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഇതിന് മൂവ് ചെയ്യാൻ എപ്പോഴും എങ്ങോട്ടാണ്, താഴേക്കാണ് ടെൻഡൻസി. ഈ ഒബ്ജക്റ്റിന് താഴേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും മുകളിലേക്ക് ഇരിക്കും. അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിന് നമ്മളിവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നു, ഒരാൾ ഇവിടെ നിന്ന് തള്ളുകയാണ് അങ്ങോട്ട്, അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് താഴേക്ക് ആയിരിക്കും. മനസ്സിലായോ? എങ്ങോട്ടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ. നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഫ്രിക്ഷൻ. വീട്ടിൽ എന്തെങ്കിലും ഫ്രിക്ഷൻ ആണോ? ഫ്രിക്ഷൻ എന്ന് പറയാൻ എന്താണ്, ഒരു ഒപ്പീനിയന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു വേറൊരു ഒപ്പീനിയൻ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ക്ലാഷിനെ നമ്മൾ ഫ്രിക്ഷൻ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഫ്രിക്ഷൻ, അവർ തമ്മിൽ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ഒപ്പീനിയൻ വേറൊരാൾക്ക് വേറൊരു ഒപ്പീനിയൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ്സ് ഇപ്പോൾ എനിക്കുള്ള ഒപ്പീനിയന്റെ അതേ ഒപ്പീനിയൻ ആണ് എന്റെ കൂടെയുള്ള ഒരാൾക്ക് എന്റെ കൂടെ നിൽക്കുന്നവർക്ക്. വി ഡോണ്ട് ഹാവ് ഫ്രിക്ഷൻ. നമ്മൾ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ എന്ത് പറയുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരാൾ പറയുന്നതെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും. രണ്ടാമത്തെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദി ബോഡി. ഇത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടുന്ന ഫോഴ്സ് എന്താണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതേ വാല്യൂ തന്നെയായിരിക്കും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ വർക്ക് ചെയ്യുള്ളൂ. അതിനപ്പുറം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിക്ഷൻ ഫോഴ്സ് കൂട്ടില്ല. ഉദാഹരണത്തിന് ഇത് താഴേക്ക് ഇരിക്കുകയാണ്, ഇത് താഴേക്ക് മൂവ് ചെയ്യുന്നില്ല. നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് മൂവ് ചെയ്യും. നിങ്ങൾ 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചുള്ള ഫ്രിക്ഷൻ ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. തിരിച്ചു 1 ന്യൂട്ടൺ, നിങ്ങൾ 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചു 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ തിരിച്ച്. പക്ഷെ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വാല്യൂ വരെ ഇത് ഈ പ്രോസസ്സ് നടക്കുള്ളൂ. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈൽഡ് ചെയ്ത് മൂവ് ചെയ്തോളാം നിങ്ങൾ അപ്ലൈ ചെയ്ത ഫ്രിക്ഷൻ. പിന്നെ അത് ഡൈനാമിക് ഫ്രിക്ഷൻ ആണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു F/R equal to constant. The magnitude of the limiting friction behaves a constant ratio to the normal reaction. F/R equal to phi. Tan phi എന്നോ അല്ലെങ്കിൽ മ്യൂ എന്നാണ് പൊതുവെ. ഇതാണ് അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ സിമ്പൽ. നാലാമത്തെയും അഞ്ചാമത്തെയും വളരെ കോമൺ ആണ്. ഇത് എങ്ങനെ പറയും, എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം. The force of friction is independent on the area of contact between two surfaces. Force of friction area of contact ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നിങ്ങളുടെ ഏരിയ ഓഫ് കോണ്ടാക്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഈ റെക്ടാങ്കുലർ ബ്ലോക്കില് ഞാൻ പുതിയ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ആയിരുന്നു. സപ്പോസ് ഇതിന്റെ മുകളിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വെയിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടാണ് ലോഡ് അപ്ലൈ ചെയ്തെങ്കിൽ, ലോഡ് അപ്ലൈ ചെയ്ത് P ആണെങ്കിൽ നിങ്ങളുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ റെക്ടാംഗിൾ ബ്ലോക്കിന് ഇതിന് നിങ്ങൾ L എന്നോ അല്ലെ ഇതിന് B എന്നോ അതോ തിരിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുത്തോളൂ. ഈ ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയുടെ കോണ്ടാക്റ്റിലുള്ള ക്രോസ് സെക്ഷൻ ഏരിയ. ഈ റെക്ടാംഗിൾ ബ്ലോക്ക് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇടാം. ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ ഇടാം,
അല്ലെ? ബി താഴെ വരാം, എല് താഴെ വരാം. രണ്ട് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് സെയിം ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, മൂവ് ചെയ്യാനുള്ള കണ്ടീഷനും ഒക്കെ സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട്. ഏരിയ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ പുസ്തകം മുകളിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചു വെച്ച് തള്ളിയാലും നേരെ വെച്ച് തള്ളിയും മൂവ് ചെയ്യാനുള്ള the frictional force experienced is independent of area of contact. ഇതൊരു പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ല. കാരണം എന്താണ്, ഈ ഇങ്ങനത്തെ സാധനമാണ് നിങ്ങൾക്ക് മറിച്ചിടാൻ എളുപ്പം. അത് ഫ്രിക്ഷൻ അല്ല, അത് നിങ്ങളുടെ അംബാലൻസ്ഡ് ഫോഴ്സ് കൊണ്ട് ഇത് ടോപ്പ് ചെയ്ത് താഴേക്ക് വീഴുന്നതാണ്. പക്ഷെ ഇത് മൂവ് ചെയ്യാനാണെങ്കിൽ, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഈ സർഫസിന് പാരലായിട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ അത് ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും രണ്ട് രീതി വെച്ചാലും ഒരേ ഫോഴ്സ് തന്നെയായിരിക്കും. മനസ്സിലായോ? The force of friction depends upon the roughness of surface. അത് നമുക്കറിയാം. ഒരു സ്മൂത്ത് സർഫസിൽ ചെറിയ കുറച്ച് ഫോഴ്സേ ഉണ്ടാവുള്ളൂ. ഈ അഞ്ചെണ്ണം പഠിക്കുക. ആദ്യം തൊട്ട് നമുക്ക് ഓർത്തിരിക്കുക. ലോസ് ഓഫ് കൈനറ്റിക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോഡ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷനിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൾവേസ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ ബോഡി ഈസ് മൂവിങ്. ഇപ്പൊ ഇവിടെ എന്താണ്, ബോഡി സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ ആയിരിക്കും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ബേസ് എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ദ നോർമൽ റിയാക്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫോർ മോഡറേറ്റ് സ്പീഡ്സ്, ഇതിനകത്ത് ആകെ മുകളിലത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ലോസ് ആണ് ഇമ്പോർട്ടന്റ്. ഡൈനാമിക് ഫ്രിക്ഷൻ ജസ്റ്റ് സ്റ്റാറ്റിക് കണ്ടീഷൻസിനെ അതേപടി മാറ്റുന്നെന്ന് മാത്രമല്ല, എക്സെപ്റ്റ് ഈ മൂന്നാമത്തെ. For moderate speeds, the force of friction remains constant, but decreases slightly with the increase of speed. അപ്പൊ നിങ്ങൾ ഒരു ബെയറിംഗിനകത്ത് ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ആ ഷാഫ്റ്റിന്റെ ചെറിയ RPM അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് ദ ബെയറിംഗ് സർഫസ് ഏരിയ. നിങ്ങളുടെ ഈ RPM അല്ലെങ്കിൽ സ്പീഡ് കൂട്ടും തോറും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയും. മനസ്സിലായോ? നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ച, നിങ്ങൾ വാഹനങ്ങളിലോ ഇപ്പോൾ ഉള്ള വണ്ടികളിൽ വൈബ്രേഷനോ അതുപോലെ കുറവാണ്. നിങ്ങൾ RPM അതിന്റെ സ്പീഡ് കൂടുന്തോറും അതിന്റെ സ്മൂത്ത്നെസ് കൂടുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ലോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളൊരു ബസ്സിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ RPM കുറഞ്ഞുന്ന സമയങ്ങളിൽ അതിന്റെ ഫ്രിക്ഷണൽ ലോസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗണ്ട് കൂടുതലായിരിക്കും, വൈബ്രേഷൻ കൂടുതലായിരിക്കും. അതിന്റെ RPM കൂടി ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും, ഒരുപാട് RPM ആകുമ്പോൾ വൈബ്രേഷൻ വീണ്ടും കൂടും, അത് വേറെ. കുറച്ച് RPM കൂടുന്തോറും ഒരു 20 കിലോമീറ്റർ 10 കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു ഫ്രിക്ഷൻ ആയിരിക്കില്ല 40-ലും 50-ലും. ഇനി നമ്മളിപ്പം നമുക്ക് തിരിച്ചു പോകാം. ഇതിനകത്ത് എന്തൊക്കെ നോക്കിയെന്ന് നമ്മൾ ഫ്രിക്ഷൻ നോക്കി, ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, പിവറ്റ് ഫ്രിക്ഷൻ പറയാം. എക്സ്പ്ലെയിൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമുക്ക് ഓൾറെഡി പറഞ്ഞു. ലോസ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു. കോൺ ഓഫ് ഫ്രിക്ഷൻ ഒന്നുമില്ല, നേരത്തെ പറയാം അതേ സാധനം തന്നെ. ഒരു ട്രയാങ്കുലർ ലോയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കോണായി. ഇനി ഇതിന്റെ പ്രോബ്ലം വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. സോൾവ് സിമ്പിൾ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ ലോസ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ഫോഴ്സ് അനാലിസിസ്. ഇതിനകത്ത് 2 സെക്ഷൻ ആണുള്ളത്. ഒന്ന് ശരിക്കും പറയുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, പ്രോബ്ലം ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ എളുപ്പം ഫ്രിക്ഷൻ ആണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റിക്കൽ ആക്ച്വലി. പക്ഷെ നിങ്ങൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ വീണ്ടും പഠിക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2-3 തവണ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രിക്ഷൻ ചോദിക്കാതെ ഇത് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രിക്ഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഇത് പഠിക്കരുത്, ഇത് കൂടെ പഠിക്കണം, ഒരുമിച്ച് പഠിച്ചാൽ. ആദ്യത്തെ പ്രോബ്ലം കിട്ടാം. അപ്പൊ നമ്മൾ 2 പ്രോബ്ലംസ് ആണ്. ഒന്ന് ഇൻക്ലൈൻ സർഫസിലുള്ളത്, മറ്റൊന്ന്
സ്ട്രെയിറ്റ് സർഫസിലുള്ള. ഫ്രിക്ഷനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ ചോദിച്ചാൽ മതി. ആസ് എ തിയറി F equal to mu into R. ഈ ഇക്വേഷൻ മറക്കരുത്. Frictional force equal to mu into R. We know that the body lying on the rough horizontal plane